കണ്ണൂർ റേഡിയമായിരുന്ന നവീൻ ബാബുവിൻ്റെ മരണത്തെക്കുറിച്ചുള്ള CBI അന്വേഷണത്തിൽ നിർണായകമാവുക തളിപ്പറമ്പിലെ പെട്രോൾ പമ്പിനായുള്ള കോഴയാരോപണമായിരിക്കും. പെട്രോൾ പമ്പിന് അപേക്ഷിച്ച TV പ്രശാന്തൻ പമ്പിന്റെ അനുമതിക്ക് നവീൻ ബാബു കൈക്കൂലി വാങ്ങിയെന്ന് ആരോപിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടാണ് PP ദിവ്യ നവീൻ ബാബുവിനെ ആക്ഷേപിച്ചത്. TV പ്രശാന്തൻ, PP ദിവ്യ പമ്പ് അനുവദിച്ച ഭാരത് പെട്രോളിയം അധികൃതർ ഫയൽ തീർപ്പാക്കുന്നതിലെ മേൽനോട്ടത്തിൽ വീഴ്ച വരുത്തിയ അന്നത്തെ ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ, കളക്ടറേറ്റിലെ ഉദ്യോഗസ്ഥർ എന്നിവർ അന്വേഷണ പരിധിയിൽ വരും. പമ്പിന്റെ പങ്കാളിത്ത കരാർ രേഖ കണ്ണൂർ കളക്ടറേറ്റിൽ നിന്നും കാണാതായിട്ടുമുണ്ട്. പെട്രോൾ പമ്പിനായി 4 കോടിയോളം ചെലവഴിച്ചതാര്? പണത്തിന്റെ സ്രോതസ്സെന്ത്? ബിനാമി ഇടപാടുണ്ടോ? ഇങ്ങനെ അന്വേഷണ വഴിയിലെ ആദ്യ ചോദ്യം ഇതായിരിക്കും. പോലീസ്, സിവിൽ സപ്ലൈസ്, തദ്ദേശം, ഫയർഫോഴ്സ്, മരാമത്ത്, റവന്യൂ, മലിനീകരണ നിയന്ത്രണം വകുപ്പുകൾ പമ്പിന് NOC അനുവദിച്ചിരുന്നോ എന്നുള്ളതാണ് രണ്ടാമത്തെ അന്വേഷണം. പമ്പ് അനുവദിക്കാൻ 25 ലക്ഷത്തിന്റെ വ്യക്തിഗത നിക്ഷേപവും 1/2 കോടിയുടെ കുടുംബാസ്തിയും ഹാജരാക്കിയോ? 20 വർഷത്തേക്ക് സ്ഥലം പാട്ടത്തിനെടുത്തത് ക്രമപ്രകാരമോ എന്നുള്ളതാണ് മൂന്നാമത്തെ അന്വേഷണ വഴി. നാലാമത്തെ അന്വേഷണ വഴി ഇങ്ങനെയാണ്. കൊടുംവളവിൽ പമ്പ് പാടില്ലെന്ന ജില്ലാ പോലീസ് മേധാവിയുടെ എതിർപ്പ് മറികടന്നത് എങ്ങനെ? വളവ് നിവർത്താത്ത സാഹചര്യത്തിൽ ആ എതിർപ്പ് ക്രമപ്പെടുത്തിയത് എങ്ങനെ? നവീൻ ബാബു മാനസിക ദൗർബല്യം കൊണ്ട് ആത്മഹത്യ ചെയ്തതിന് ദിവ്യയെ കുറ്റം പറയുന്നത് എന്തിനെന്ന് ചോദിച്ച് PB ഹർഷകുമാർ കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിരുന്നു. PP ദിവ്യയെ അനുകൂലിച്ചും നവീൻ ബാബുവിനെ വിമർശിച്ചുമാണ് CPM പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PB ഹർഷകുമാർ രംഗത്തെത്തിയത്. പെട്രോൾ പമ്പിനായി PP ദിവ്യ നിരന്തരം ശുപാർശ ചെയ്തിട്ടും നവീൻ ബാബു അക്കാര്യത്തിൽ തീരുമാനമെടുത്തില്ലെന്നും പിന്നീടൊരു സുപ്രഭാതത്തിൽ അനുമതി നൽകിയെന്നും ഹർഷകുമാർ ചൂണ്ടിക്കാട്ടി. അനുമതി നൽകിയത് PP ദിവ്യ അറിഞ്ഞെന്നും അനഭിലഷണീയമായ മാർഗത്തിലൂടെയാണ് അനുമതി നൽകിയതെന്ന് PP ദിവ്യ കരുതിയതെന്നും അദ്ദേഹം പറഞ്ഞു. CBI അന്വേഷണം എന്ന ഉമ്മാക്കി നിലനിൽക്കാൻ പോകുന്നില്ലെന്നും VD സന്ദേശത്തിലൂടെ അദ്ദേഹം പറയുന്നുണ്ട്.